നമസ്കാരം. മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം. അമേരിക്കയിലെ 3 സംസ്ഥാനങ്ങൾക്ക് വൈദ്യുതിയും വെള്ളവും നൽകുന്ന ജലസംഭരണിയാണ് കോൺക്രീറ്റ് അത്ഭുതം എന്നറിയപ്പെടുന്ന ഹൂവർ ഡാം. 1936 അതിന്റെ പണി കഴിയുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാമായിരുന്നു അത്. എന്നാൽ എന്താണ് ഇവിടുത്തെ പ്രത്യേകത? നമ്മൾ പഠിച്ച ഗുരുത്വാകർഷണം എന്ന ശാസ്ത്ര സത്യം ബാധകമല്ല എന്നതാണ് ഈ സ്ഥലത്തിന്റെ ഏറ്റവും പ്രധാന സവിശേഷത. ഗുരുത്വാകർഷണം ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നതാണ് അതിന്റെ ശരി. ഇവിടെ ഗുരുത്വാകർഷണം ഏതാണ്ട് വിപരീതമായിട്ടാണ് നടക്കുന്നത്. ഹൂവർ ഡാമിന്റെ പ്രത്യേക പരിസരത്ത് നിങ്ങൾ എന്തെങ്കിലും വലിച്ചെറിഞ്ഞാൽ അത് താഴെ വീഴില്ല, മറിച്ച് വായുവിൽ പൊങ്ങിക്കിടക്കും. നേവാഡയുടെയും അരിസോണയുടെയും അതിർത്തിയിൽ കൊളറാഡോ നദിക്ക് മുകളിലാണ് ഹൂവർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് അണക്കെട്ടിന്റെ ഘടന വളരെ ശക്തമായ ഒരു അപ്ഡ്രാഫ്റ്റ് സൃഷ്ടിക്കുന്നു. അതിനാൽ അവിടുത്തെ വായു ഗുരുത്വാകർഷണത്തിനെതിരെ തള്ളൽ നടത്തുന്നതിനാൽ ഇവിടേക്ക് വീഴുന്ന സാധനങ്ങൾ താഴേക്ക് പതിക്കാതെ വായുവിൽ തങ്ങി നിൽക്കുന്നു. ഒരു വില്ലിന്റെ ആകൃതിയിലാണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ജലം പോലും വായുവിലൂടെ മുകളിലേക്ക് തള്ളപ്പെടുന്ന ഇവിടുത്തെ ഈ സവിശേഷ പ്രതിഭാസത്തിന്റെ പ്രധാന കാരണം അണക്കെട്ടിന്റെ ഘടന തന്നെയാണ്. അണക്കെട്ടിന്റെ മുകളിൽ നിന്ന് ഭിത്തിക്ക് സമാനമായി താഴെ എന്തെങ്കിലും എറിഞ്ഞാൽ അത് താഴേക്ക് വരില്ല, മറിച്ച് വായുവിൽ തങ്ങി നിൽക്കുന്നു. ഇത് ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിൽ കാണുന്ന പോലെയാണെന്ന് തോന്നുമെങ്കിലും സംഭവം സത്യമാണ്. 1931-നും 1936-നും ഇടയിൽ നിർമ്മിച്ച അണക്കെട്ടിന്റെ ആദ്യത്തെ പേര് ബൗൾഡർ അണക്കെട്ട് എന്നായിരുന്നു. ഡാം നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിച്ച അമേരിക്കയുടെ 31ാമത് പ്രസിഡന്റായ ഹെർബർട്ട് ഹൂവറിനുള്ള ആദരവായിട്ടാണ് ഹൂവർ അണക്കെട്ട് എന്ന് ഇതിന് പിന്നീട് നാമകരണം ചെയ്തത്. അമേരിക്കയെ ശരിക്കും പിടിച്ചുലച്ച ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന മാന്ദ്യകാലത്തായിരുന്നു ഡാം പണിയാൻ തുടങ്ങിയത്. മാന്ദ്യകാലമായതുകൊണ്ട് തന്നെ അന്ന് ഡാം നിർമ്മിക്കുന്നിടത്തേക്ക് രാജ്യത്തെമ്പാട് നിന്നുള്ള തൊഴിലാളികളുടെ വമ്പൻ ഒഴുക്കാണ് കണ്ടത്. തൊഴിലാളികൾ ഒറ്റയ്ക്കല്ല, അവരുടെ കുടുംബമടക്കം വന്ന് അവിടെ കോളനികൾ കെട്ടി താമസിക്കാൻ തുടങ്ങി. സർവേയർമാരുടെയും എഞ്ചിനീയർമാരുടെയും ക്യാമ്പുകൾക്ക് ചുറ്റുമായി ആയിരങ്ങളാണ് താൽക്കാലിക വീടുകൾ കെട്ടി കോളനികൾ പോലെ താമസമായത്. അവർക്ക് വേണ്ടി അന്ന് വീടുകളും റോഡുകളും റെയിൽവേ ലൈനും വരെ പണിയിക്കേണ്ടി വന്നിരുന്നു. അന്ന് തൊഴിലാളികൾക്ക് വേണ്ടി നിർമ്മിച്ച ബോൾഡർ സിറ്റി ഇന്നും അവിടെ തന്നെ തലയുയർത്തി നിൽക്കുന്നുണ്ട്. ദിവസവും 3500 പേർ എന്ന കണക്കിൽ മൊത്തം 21,000 തൊഴിലാളികളാണ് ഡാം നിർമ്മിക്കാനായി വേണ്ടി വന്നത്. മരിച്ചവരുടെ എണ്ണമാകട്ടെ 96 എന്നാണ് ഔദ്യോഗിക കണക്കെങ്കിലും 100-ലധികം പേർ മരിച്ചെന്നാണ് പരക്കെയുള്ള റിപ്പോർട്ട്. ഒരു കാലത്ത് ഈ മരണങ്ങളുടെ പേരിലായിരുന്നു ഡാം പ്രസിദ്ധമായത്. ഡാമിന്റെ നിർമ്മാണം തുടങ്ങുന്നതിന് വർഷങ്ങൾക്ക് മുൻപേ മരിച്ച ജെ ടിയർണി എന്ന സർവേയുടെ മരണമായിരുന്നു ആദ്യത്തേത്. ഡാമിനായി സ്ഥലത്തിന്റെ അളവെടുക്കുന്നതിനിടെ വെള്ളത്തിൽ വീണായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. 1922 ഡിസംബർ 20-നായിരുന്നു അത്. നിർമ്മാണം തുടങ്ങിയ ശേഷം കയറിൽ തൂങ്ങിക്കിടന്ന് ഹൈറിസ്ക് ജോലികൾ ചെയ്തിരുന്ന തൊഴിലാളികൾക്കിടയിൽ വീഴ്ചകളും അപകടങ്ങളും സ്ഥിരം സംഭവങ്ങളായിരുന്നു. അപ്പോൾ പിന്നെ മരണങ്ങളുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഈ റിസ്ക് ജോലി കാണാൻ മാത്രം ആയിരങ്ങളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അങ്ങോട്ട് ഒഴുകിയെത്തിയിരുന്നത്. 3 ആത്മഹത്യകളാണ് അവിടെ നടന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം സൈറ്റിലെ വിവിധ അപകടങ്ങളിൽ മരണപ്പെട്ട തൊഴിലാളികൾ. സൈറ്റിലേക്ക് വന്ന സന്ദർശകരിൽ ഒരാളും അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട്. ഇനി മരണങ്ങളുമായി ബന്ധപ്പെടുത്തി കേൾക്കുന്ന മറ്റൊരു കഥയുണ്ട്. മരിച്ചവരിൽ പലരെയും ഡാമിന്റെ കോൺക്രീറ്റിനുള്ളിലാണ് അടക്കിയതെന്നാണ് ആദ്യം കേട്ട കിംവദന്തി. പിന്നീട് ഡാമിന്റെ കേടുപാടുകൾ ഇല്ലാതിരിക്കാൻ നിരവധി പേരെ കോൺക്രീറ്റിനകത്ത് ജീവനോടെ പുതച്ചിട്ടുണ്ട് എന്ന വാർത്തയും പരന്നിരുന്നു. ആ വാർത്ത ഇന്നും വിശ്വസിക്കുന്ന അനവധി പേരുണ്ട്. കാരണം കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ വരാതിരിക്കാൻ ആളുകളെ ജീവനോടെ അതിനൊപ്പം ചേർക്കുന്ന പരിപാടി പണ്ട് പല നാടുകളിലും ഉണ്ടായിരുന്നു. എന്നാൽ ഡാമിലെ ആദ്യത്തെ മരണം നടന്ന അതേ ഡേറ്റിൽ തന്നെയായിരുന്നു അവിടുത്തെ അവസാനത്തെ മരണവും നടന്നത്, അതായത് മറ്റൊരു ഡിസംബർ 20-ന്. മരിച്ചതാകട്ടെ ഒരു ഇലക്ട്രീഷ്യന്റെ സഹായിയും, പേര് പാട്രിക് ടിയർണി. അങ്ങനെ ദുരൂഹതകൾ ഒഴിയാത്ത ഒരു സ്ഥലമാണ് ഹൂവർ ഡാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഫോക്കസ്.